കാര്യങ്ങളിൽ യേശുവിൻ്റെ മരണത്തിന് മുൻപേ ഉള്ള ദീർഘമായ പ്രഭാഷണമാണ് നാം കാണുന്നത്. അതിനുശേഷം 18-19 അധ്യായങ്ങളിൽ യേശുവിൻ്റെ വിചാരണയും വിധിയും യേശു കുരിശുമരണത്തിനായി ഏൽപ്പിക്കപ്പെടുന്നതുമായ ഭാഗമാണ് 18-19 അധ്യായങ്ങളിൽ നാം കാണുന്നത്. 20-21 അധ്യായങ്ങളിൽ നാം കാണുന്നത് യേശു തമ്പുരാൻ പല പ്രാവശ്യം തൻ്റെ ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഭാഗമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമുക്ക് ഏതാനും കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമതായി തനത് വഴികളും കൂട്ടായ്മയുടെ അനുഭവം. നമുക്കറിയാം, തനത് വഴികളും കൂട്ടായ്മയുടെ അനുഭവം. തനത് വഴി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ചിന്തകളും ആലോചനകളും അതിൻ്റെതായ നടപ്പുകളും. അതിൽ ഒരുപാട് പേഴ്സണൽ ക്വാളിറ്റീസാണ് അവിടെ ജനിച്ചു നിൽക്കുക. വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ നന്മകളും വ്യക്തിപരമായ പ്രത്യേകതകളുമൊക്കെ അവിടെയുണ്ട്. വിശുദ്ധ തോമസ് ലീഹായെ സംബന്ധിച്ചോളം തോമസ് ലീഹായ്ക്ക് തനത് വഴികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും വ്യക്തമായ ഒരു ചിന്തയും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവനോടുകൂടെ പോയി നമുക്ക് മരിക്കാം എന്ന് വരെ യേശുവിൻ്റെ പീഡാസഹനം മുൻകൂട്ടി പറയുന്ന അവസരത്തിൽ തോമസ് ലീഹ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തനത് വഴികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. എന്നാൽ തനത് വഴികൾ ഒരിക്കലും നാം ഉൾപ്പെടുന്ന കൂട്ടായ്മയിൽ നിന്ന് അന്യമായി പോകുവാൻ ഇടവരരുത് എന്നൊരു ചിന്ത ഇവിടെ നമുക്ക് നൽകുന്നു. നമ്മളെപ്പോഴും ഒരു കൂട്ടായ്മയോട് കൂടി ചേർന്നാണ് നിൽക്കുന്നത്. തനത് വഴികളുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേസമയം തന്നെ തനത് വഴികൾ കൂട്ടായ്മയിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്നു എന്ന് വരികയിൽ അതിൽ എന്തോ തെറ്റുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തനത് വഴികളായിട്ട് നമ്മുടേതായ ചിന്തകൾ ഉണ്ടെന്ന് വരികയിലും കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് എപ്പോഴും വേണം. നമ്മുടെ ഒരു കുടുംബത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, 6-7 മക്കളുള്ള ഒരു കുടുംബമാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ കാര്യം പറയുകയാണ്, ഒരു വ്യക്തിയെങ്കിലും വ്യത്യസ്തമായ ഒരു ചിന്തയുള്ളവരാണെങ്കിൽ അവർ മാറി നിൽക്കും. എല്ലാ കാര്യങ്ങളിലും മാറി നിൽക്കും. അത് ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ അവർ വരാൻ താല്പര്യപ്പെടുകയില്ല. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തനത് വഴികളും വ്യക്തിപരമായ ചിന്തകളും ഒക്കെ ഉണ്ടെന്ന് വരികയും കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിന്ന് നമ്മെ ഒറ്റപ്പെടുത്തുന്ന, വേറിട്ട് നിർത്തുന്ന, അല്ലെങ്കിൽ ഒറ്റയാൻ പട്ടാളത്തിൻ്റെതായ ഒരു ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ ഒന്നിനോട് സഹകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മനോഭാവങ്ങൾ നമുക്ക് സ്വീകാര്യമല്ല. നമുക്ക് വ്യക്തിപരമായ കൂട്ടായ്മകൾ ഉണ്ടെന്ന് വരികയും നമുക്ക് എപ്പോഴും ഒരു കൂട്ടായ്മയോട് ചേർന്നില്ല. എപ്പോഴും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളും കൂട്ടായ്മയിൽ അലിഞ്ഞു ചേരുന്ന ഒരു ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സാഹചര്യവും അത് ആണ് നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പം മലങ്കര കത്തോലിക്കാ സഭ ആഗോള കത്തോലിക്കാ സഭയിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന മലങ്കര കത്തോലിക്കാ സഭയ്ക്ക് മലങ്കര കത്തോലിക്കാ സഭയുടെ തനത് വഴികളും ആരാധന രീതികളും പാലിക്കുവാൻ അത് നമ്മെ സഹായിക്കുന്നു. അതേസമയം തന്നെ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ആഗോള കത്തോലിക്കാ സഭയെ ഒന്നായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ ഒറ്റപ്പെട്ടു പോകണമോ അതോ ഒന്നായി നിൽക്കണമോ എന്നുള്ള ചിന്ത എപ്പോഴും നമ്മെ സ്വാധീനിക്കും. ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ദൈവാനുഭവം ഉണ്ടാകുന്നതും വിശ്വാസ ജീവിതം വളരുന്നതും. ഇവിടെ ദൈവാനുഭവം ഉണ്ടാകാതെ പോയി വിശ്വാസ ജീവിതത്തിൽ അദ്ദേഹത്തിന് വളരുന്നതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നത് കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, കണ്ടുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് സഭയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് എപ്പോഴും കണ്ടവരുടെ അനുഭവവും കാണാത്തവരുടെ വിശ്വാസവുമാണ് ഒന്നിച്ചു ചേരുന്നത്. അതുകൊണ്ടാണ് കണ്ടവരെപ്പോഴും പറയുന്നത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും ഹൃദയം കൊണ്ട് അനുഭവിച്ചറിഞ്ഞതും കൈകൊണ്ട് സ്പർശിച്ചതുമായ കാര്യങ്ങളെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നു. യേശുവിൻ്റെ യൂദാസിന് ശേഷം വേറെ ശിഷ്യനെ തെരഞ്ഞെടുക്കുന്ന അവസരത്തിലും പറഞ്ഞത്, യേശുവിൻ്റെ ജനനം മുതൽ അവൻ്റെ ഉത്ഥാനം വരെ, അവൻ്റെ സ്വർഗാരോഹണം വരെ അവനോടുകൂടി അവനെ അനുഭവിച്ചറിഞ്ഞവനായിരിക്കണം. ക്രിസ്തു അനുഭവത്തിൽ വളരുകയാണ് സഭ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്തു അനുഭവമാണ് പിന്നീട് ഷെയർ ചെയ്യപ്പെടുന്നത്, അതാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. അപ്പം യേശുവിനെ കണ്ടവർ അവരുടെ ക്രിസ്തു അനുഭവം അവർ വാക്കിലൂടെയും ലിഖിത രൂപത്തിലും അവർ പങ്കുവയ്ക്കുന്നു. അതാണ് വിശ്വാസം കൂട്ടായ്മ. അതുകൊണ്ടാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത് എപ്പോഴും കണ്ടവരുടെ കൂട്ടായ്മയും കാണാതെ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയും ഒരുമിച്ച് ചേരുന്നതാണ്. നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ഷെയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, പങ്കുവയ്ക്കപ്പെട്ട അനുഭവമാണ്.
ശിഷ്യന്മാരുടെ പങ്കുവയ്ക്കപ്പെട്ട അനുഭവമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ പങ്കുവെക്കപ്പെട്ട അനുഭവമാണെങ്കിലും നമുക്ക് കണ്ടവരിൽ നിന്ന് ഇടമുറിയാതെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കണ്ടവരുടെ അനുഭവത്തിന്മേലാണ്, ക്രിസ്തു അനുഭവത്തിന്മേലാണ് സഭ എപ്പോഴും പണിതുയർത്തപ്പെടുന്നത് എന്നുള്ള ഒരു സന്ദേശം ഇവിടെ നമുക്ക് ലഭ്യമാകുന്നു. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, യേശു തമ്പുരാൻ 8 ദിവസങ്ങൾക്ക് ശേഷം തോമാസ് ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത്, നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ ആണിപ്പഴുതുകളിൽ ഇടുക, വിലാപ്രദം വയ്ക്കുക. അപ്പോൾ നമ്മുടെ വിശ്വാസം വളരുന്നത്, വിശ്വാസം തുടങ്ങുന്നത് നമ്മുടെ മുറിപ്പാടുകളിൽ മേലാണ്. അവരിന് നന്മ ചെയ്തതിൻ്റെ മുറിപ്പാടുകളിൽ മേലാണ് നമ്മുടെ വിശ്വാസം എപ്പോഴും വളർന്നു വരുന്നത്. അപ്പം നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ മുറിപ്പാടുകളില്ല എന്ന് വരികിൽ അവിടെ വിശ്വസ്തതയും വിശ്വാസവും നമ്മുടെ കൂട്ടായ്മയും വളരുകയില്ല എന്നുള്ള ഒരു സന്ദേശം നമുക്ക് നൽകുന്നു. നമുക്കറിയാം, നമ്മുടെ ചില കുടുംബനാഥന്മാർ വളരെ വേദനയോടെ അതേസമയം സന്തോഷത്തോടെ അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കാറുണ്ട്. എങ്ങനെ കുടുംബത്തിന് വേണ്ടി അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, കുടുംബത്തിന് വേണ്ടി അവർ ത്യാഗം സഹിച്ചതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ബലിഷ്ഠമായ കരങ്ങൾ കാണിച്ചുകൊണ്ട് കുടുംബനാഥൻ, ആ തഴമ്പുള്ള കൈകൾ കാണിച്ചുകൊണ്ട് കുടുംബനാഥൻ, അല്ലെങ്കിൽ മുറിപ്പാടുകൾ കാണിച്ചുകൊണ്ട് കുടുംബനാഥ, ഇവരൊക്കെ അവരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ മുറിപ്പാടുകളിന്മേലാണ് നമ്മുടെ വിശ്വാസം വളരുന്നതും കൂട്ടായ്മ വളരുന്നതും ഭവനം വളരുന്നതും ഒക്കെ. ഇവിടെ കാൾവിൻ മില്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി ദ സിംഗർ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. കാൾവിൻ മില്ലർ എന്ന് പറഞ്ഞ ആള് ദ സിംഗർ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു പാട്ടുകാരനായിരുന്നു. ഈ പാട്ടുകാരൻ ഒരു തിയേറ്ററിനകത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഇതിവൃത്തം അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് ജീവൻ ലഭിച്ചു. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് തോന്നിയെന്ന് വരികിലും പിന്നീട് അദ്ദേഹത്തിന് ജീവൻ ലഭിച്ച് തിരിച്ചു വന്നു. അങ്ങനെ ജീവൻ ലഭിച്ച് തിരിച്ചു വന്ന ഈ വ്യക്തി ഒരു പെൺകുട്ടിയെ ഒരു വലിയ അത്യാഹിതത്തിൽ നിന്ന് സുഖപ്പെടുത്തി, ഒരു വലിയ വേദനയിൽ നിന്ന് സുഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി ഈ മനുഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, അങ്ങയുടെ കയ്യിൽ ഈ മുറിപ്പാടിരിക്കുന്നത് എന്താണ് ഈ മുറിപ്പാട്? അത് എന്തുകൊണ്ടത് മാറ്റിക്കളയുന്നില്ല? ഇത്രയും വലിയ അത്ഭുത പ്രവർത്തകനായിട്ട് എന്തുകൊണ്ട് മാറ്റിക്കളയുന്നില്ല? അപ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ആ വിശദീകരണമാണ് ഈ കവിത. അതിൽ പറയുന്നത്, അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നു. തിയേറ്ററിൽ ഇങ്ങനെ സിനിമ കാണാൻ പോകുന്ന അവസരത്തിൽ ഒരു പെൺകുട്ടിയെ മറ്റൊരു വ്യക്തി ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടു. ആ ഉപദ്രവത്തിൽ നിന്ന് പെൺകുട്ടിയെ സംരക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് വെടിയേറ്റു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കൈകളിൽ ആ പാട് ഉണ്ടായിരിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഈ മുറിവുകളാണ് ഈ പെൺകുട്ടിയെ രക്ഷിക്കുവാനായിട്ട് അദ്ദേഹം കൊടുത്ത വലിയ വില എന്ന് പറയുന്നത്. അപ്പോൾ ആ വില അദ്ദേഹം എന്ന് കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആ മുറിവ് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വലിയ അത്ഭുത പ്രവർത്തനാകുന്നു എന്ന് ഈ കാൾവിൻ മില്ലർ എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്നു. എന്ന് പറയുന്നത് പോലെ നമ്മുടെ യേശു തമ്പുരാന്റെ മുറിപ്പാടുകളാണ് നമ്മെ യേശുവിൻ്റെ മാർഗത്തിലേക്ക്, ദൈവത്തിൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുവരികയും രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്തത്. നമ്മൾ എത്രയോ മുറിപ്പാടുകൾ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ അവരുടെ വേദനകളിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ വേണ്ടി, അവരുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ നൽകുവാൻ വേണ്ടി നമ്മൾ എത്രയോ മുറിവുകൾ സഹിച്ചിരിക്കുന്നു. ആ മുറിവുകൾ എന്ന് പറയുന്നത് നമ്മുടെ ത്യാഗത്തിന് നമ്മൾ കൊടുത്ത വിലയാണ്. ആ മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതം വളരുകയുള്ളൂ. എന്നിൽ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഞാൻ മറ്റുള്ളവരെ വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സഭാ കൂട്ടായ്മയും നമ്മുടെ ഭവന കൂട്ടായ്മയും ഒക്കെ വളരുകയുള്ളൂ എന്നുള്ള ഒരു വലിയ സന്ദേശം. എന്നാൽ അതേസമയം തന്നെ വിശ്വാസമില്ലായ്മയുടെ കൂട്ടായ്മയാണെന്ന് വരികിൽ അത് അനേകരെ മുറിപ്പെടുത്തുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിട്ട് മാറാനും സാധ്യതയുണ്ട്. നല്ല മുറിവുകളുമുണ്ട്, തെറ്റായ തിന്മയുടെ മുറിവുകളുമുണ്ട്. തിന്മയുടെ മുറിവുകൾ ഏറ്റെടുത്തുകൊണ്ട് ധരിക്കുന്ന ധാരാളം ആളുണ്ട്. അതെന്താണ്? അത് വിശ്വാസം അർപ്പിക്കാത്തത് കൊണ്ടുള്ള മുറിവുകളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രണ്ട് മുറിവുകൾ ഏൽക്കുന്നവരാണ്. ഒന്ന്, നമ്മൾ മുറിവ് ഏറ്റതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് സ്നേഹവാത്സല്യത്തോട് ഇടപെടുന്നു എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതേസമയം തന്നെ എത്രയോ പേര് നമ്മളെ മുറിപ്പെടുത്തുന്നു.
വാക്കുകൊണ്ട് നമ്മളെ മുറിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മെ മുറിപ്പെടുത്തുന്നു. ആ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പം ഈ മുറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ മുറിവുകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിശ്വാസം വളരുന്നത് എന്നറിഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, തോമാസ് ലീഗ യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ ആ യേശുവിൽ വിശ്വാസം അർപ്പിച്ചു. ആ അനുഭവമാണ് നമുക്ക് പങ്കുവെച്ച് തരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ആ കാണാതെ കണ്ടു വിശ്വസിച്ച തോമാസ് ലീഗയെ പോലെ കാണാതെ വിശ്വസിക്കുവാനുള്ള ഒരു വലിയ മനോഭാവത്തിലേക്ക് നാം വളർന്നു വരണം. അവിടെയാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ മുറിവുകളെല്ലാം തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ കുടുംബനാഥന്മാരെന്ന നിലയിൽ മക്കളെന്ന നിലയിലൊക്കെ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയിട്ടുള്ളവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി മുറിപ്പാടുകൾ ഏറ്റിട്ടുള്ളവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി മുറിപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് യേശുവിന്റെ കുരിശിലെ ബലിയിൽ സംബന്ധിക്കുകയാണ്. യേശുവിന്റെ കുരിശിലെ ബലിയോട് നമ്മൾ തന്നെ സമർപ്പിക്കുകയാണ്. യേശുവിന്റെ കുരിശിലെ ബലിയിലെ പങ്കുചേരലാണ്. എന്നാൽ അനേകരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ നാം ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുവാനായിട്ട് നാം പരിശ്രമിക്കുകയും ചെയ്യണം. ഇന്നത്തെ നമ്മുടെ ഈ ഞായറാഴ്ച ഈ ഒരു ചിന്ത നമ്മെ സ്വാധീനിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ